ഹരിയാന ജമ്മു കാശ്മീർ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം, അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ഉറപ്പിക്കുകയാണ് എല്ലാ സർവേ ഫലങ്ങളും. ജമ്മു കാശ്മീരിൽ പക്ഷേ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയും. ഭാസ്കറിന്റെ സർവേ ഫലമാണ് കാണുന്നത്. 44-54 കോൺഗ്രസ്, 15-29 BJP ഹരിയാനയിൽ. മറ്റുള്ളവർക്ക് വളരെ മോശപ്പെട്ട പ്രകടനമായിരിക്കും ഹരിയാനയിൽ ഉണ്ടാവുക. അവിടെ JJP-ക്കും INLD-ക്കും AAP-ക്കും ഒന്നും വലിയ മെച്ചപ്പെട്ട കോൺഗ്രസ് BJP 20 മുതൽ 32 വരെ. ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മറ്റു പാർട്ടികൾ 3 മുതൽ 5 വരെ എന്നാണ് പീപ്പിൾസ് പൾസ് ഹരിയാനയെ കുറിച്ച് പറയുന്നത്. അടുത്തത് ടൈംസ് നൗവിന്റെ പ്രവചനം ഇങ്ങനെ: 55 സീറ്റിൽ കോൺഗ്രസ്, 24 സീറ്റിൽ BJP. മറ്റുള്ളവർ 11 വിജയിക്കും ഹരിയാനയിൽ. 90 അംഗ നിയമസഭയിൽ എന്നതാണ് ടൈംസ് നൗവിന്റെ എക്സിറ്റ് പോൾ ഫലം. ഹരിയാനയിലെ മറ്റൊരു ഫലം ന്യൂസ് 18 പറയുന്നു. 59 വരെ കോൺഗ്രസിന് നേടാം. 21ലേക്ക് കുപ്പുകുത്തും BJP. 2 സീറ്റുകൾ മാത്രം മറ്റുള്ളവർ എന്നതാണ്. അതായത് എല്ലാ സർവേ ഫലങ്ങളും ഹരിയാനയിൽ കോൺഗ്രസ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രഖ്യാപിക്കുന്നു. സർവേ ഫലം ഇങ്ങനെ: 21ലേക്ക് BJP ഒതുങ്ങുമ്പോൾ 59 എന്നതാണ് കോൺഗ്രസിന്റെ ഡിജിറ്റ്. 90 അംഗ നിയമസഭയിൽ 46 സീറ്റുകളുടെ ഭൂരിപക്ഷം മതി കേവല ഭൂരിപക്ഷത്തിനായി. 59-ലെത്തും. മറ്റുള്ളവർ 10 എന്നതാണ് മാട്രിക്സിന്റെ പ്രവചനത്തിൽ പറയുന്നത്. സി വോട്ടർ BJP-ക്ക് പറയുന്നത് 31 വരെയാണ് ജമ്മു കാശ്മീരിലെ പ്രവചനം. 11 മുതൽ 15 വരെ ഇന്ത്യ മുന്നണി. PDP വെറും 2 സീറ്റിൽ ഒതുങ്ങുമെന്നും വ്യക്തമാവുകയാണ്. എന്തായാലും കാത്തിരിക്കാം 8-ാം തീയതി വരെ. ഈ പ്രവചനങ്ങൾ ശരിയാകുമോ? ജനങ്ങളുടെ കുത്ത് അത് ഏത് നിലയ്ക്കാണ് എങ്ങനെയാണ് എന്നറിയാം. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റുചരിത്രമുണ്ടെങ്കിലും പലപ്പോഴും ഇത് ഏറെക്കുറെ സമാനമായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ജനവിധി എന്താണ് എന്ന് നമുക്ക് കാത്തിരിക്കാം.